പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇമ്മാനുവേൽ മറിയ വചന സന്ദേശം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്കറിയാം, അബ്രാഹം 100-ാം വയസ്സിലാണ് അബ്രാഹത്തിന് ഒരു കുട്ടിയെ ദൈവം കൊടുക്കുന്നത്. 100-ാം വയസ്സിൽ അതിനെ എനിക്ക് ബലി തരിക എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം മടിച്ചില്ല, പിറുപിറുത്തില്ല. അവൻ നുറുങ്ങിയ മനസ്സും ഹൃദയമായി മല കയറി 3 ദിവസം പിന്നിട്ട് ബലിപീഠമുണ്ടാക്കാൻ അവൻ പോവുകയും. ഹല്ലേലൂയ. ആ വചനം നമുക്കൊന്ന് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. ഒരു പരീക്ഷണം നടത്തിയത് ദൈവമായ കർത്താവ് അബ്രാഹത്തെ. നിനക്ക് അത് നടത്താൻ കഴിയുമോ ഇല്ലയെന്ന് ഒരു പരീക്ഷണം ദൈവമായ കർത്താവ് അബ്രാഹത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. അബ്രാഹം 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 അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. അബ്രാഹത്തെ കർത്താവ് വിളിക്കുകയാണ്. അബ്രാഹം, അവൻ അത് വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. മോറിയ ദേശത്തേക്ക് പോവുക. വേറെ ഒന്നും പറയുന്നില്ല. കർത്താവിൻ്റെ പരീക്ഷണമാണ്. എന്താണ് പറയണത്? നിന്റെ മകനായ ഇസാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലി അർപ്പിക്കണം. ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിൽ ഒരു ബലിപീഠം ഉണ്ടാക്കിയിട്ട് നിന്റെ മകനായ ഇസാക്കിനെ എനിക്ക് നീ ബലി തരിക. ഒന്ന് ബലി അർപ്പിക്കാൻ പറയും. അബ്രാഹം ഒന്നും മിണ്ടുന്നില്ല. അബ്രാഹം ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അബ്രാഹം നേരെ കൊണ്ടുപോവുകയാണ്. ഒറ്റ മകനെ ഉള്ളത് വരികൊള്ളണം. അതും 100-ാം വയസ്സിൽ കിട്ടിയ മകനാണ് അബ്രാഹത്തിന്. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് ശനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസാക്കിനോയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്തു. ബലിക്ക് വേണ്ടി വിറകും കീറിയെടുത്തു. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ വാക്ക് കേട്ട് മോനെയും കൊണ്ട് പോയിട്ട് വിറകും തീപ്പെട്ടി മകനെയും വേറെ 2 പേരെയും ഒരു കഴുതയുണ്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നേരെ മരമുകളിലേക്ക് കയറി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അബ്രാഹം പുറപ്പെട്ടു. ഹല്ലേലൂയ. ഒരു മടിയും കാണിക്കുന്നില്ല. എന്തിനാണ് എന്ന് ഇസാക്കിനെ അറിയാൻ പാടില്ല, മറ്റുള്ളവർക്കും അറിയാൻ പാടില്ല. അബ്രാഹത്തിന് മാത്രം അറിയാം. എന്താണ്? അബ്രാഹത്തോടാണ് കർത്താവ് സംസാരിച്ചത്. നിന്റെ മകനെ എനിക്ക് ഞാൻ പറയുന്ന മോറിയ മലയിൽ എനിക്ക് നീ ബലി തരിക. എന്തൊരു ദൈനികമായ വേദനയോടെയുള്ള വാക്കാണല്ലേ. കർത്താവിൻ്റെ പരീക്ഷണമാണ്. ഹല്ലേലൂയ. അബ്രാഹം ഒന്നും മിണ്ടുന്നില്ല. അവൻ നേരെ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. 4-ാം വാക്യം. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. മോറിയ മല 3 ദിവസത്തെ കഴിഞ്ഞ് തല ഉയർത്തി നോക്കിയപ്പോൾ അങ്ങ് മല ദൂരെ ഈ ദൈവമായ കർത്താവ് പറഞ്ഞ മല കണ്ടു.
അവിടേക്ക് അബ്രാഹാം പോകേണം. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക. കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മോനും പോകേണം. ബലി അർപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് വേലക്കാരോടും കഴുതയോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. കഴുതയുമായി ഞങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. ഞാനും മകനും പോയി അവിടെ ആരാധിച്ച് തിരിച്ചു വരാം. ഹല്ലേലൂയ. അബ്രാഹാം ദഹന ബലിക്കുള്ള വിറകെടുത്തു മകൻ ഇസാക്കിൻ്റെ ചുമലിൽ വച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. കത്തിയും തീയും എല്ലാം, കത്തിക്കാനുള്ള തീയെല്ലാം അവൻ തന്നെ എടുത്ത് ഇസാക്കിനെ കൊണ്ട് മുകളിലേക്ക് കയറി ബലിയർപ്പിക്കുക. കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. അവരൊരുമിച്ച് മുമ്പോട്ട് നടക്കണം. അപ്പോൾ അബ്രാഹത്തിൻ്റെ മനസ്സ് വളരെയധികം വേദനയിലൂടെ കടന്നു പോവുകയാണ്. എന്താണ്? സ്വന്തം മകനെ എനിക്ക് നീ ബലി തരിക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ മുമ്പോട്ട് നടന്നു. ഇസാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. ഇസാക്ക് മകൻ അബ്രാഹത്തെ വിളിക്കുകയാണ്, അപ്പാ. ഉടനെ അപ്പൻ വിളിയേക്കാണ്, പിതാവേ. എന്താ മകനെ? അബ്രാഹം ചോദിക്കുകയാണ്. ഇസാക്ക് വിളിക്കുകയാണ്, പിതാവേ, മകനെ. ഉടനെ അബ്രാഹം, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസാക്ക് പറഞ്ഞു, തീയും വിറകും ഉണ്ടല്ലോ, എന്നാൽ ദഹന ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? ഒരു ചോദ്യമാണ് കേട്ടോ മകനോട്. മകൻ അപ്പനോട് ചോദിക്കുകയാണ്. വിറകുണ്ട്, തീയുണ്ട്, ബലിപീഠം നമ്മൾ ഉണ്ടാക്കും, കുഞ്ഞാട് എവിടെ? കുഞ്ഞാട് നീ തന്നെയാണെന്ന് അബ്രാഹത്തിന് അറിയാം, പക്ഷേ ഇസാക്കിന് അറിയാൻ പാടില്ല. അത് ദൈവം തരും, അബ്രാഹം പറയുന്നു. അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് മകനെയും കൊണ്ട് മല മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ മറുപടി പറഞ്ഞു. അപ്പം എന്തുമാത്രം ഒരു അപ്പൻ്റെ വേദന ആ മനസ്സിലുണ്ടാവും. എന്നാൽ അതൊന്നും അബ്രാഹത്തിന് വിഷയമല്ല. കാരണം സൃഷ്ടാവായ കർത്താവാണ് എന്നോട് അരുളി ചെയ്തത്, നിന്റെ മകനെ മോറിയ മലയിൽ എനിക്ക് ബലി തരിക. അത് അബ്രാഹം അനുസരിക്കണം. അനുസരിച്ച് മല കയറിയാണ്. ഹല്ലേലൂയ. ഇസാക്ക് ചോദിക്കുകയാണ്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. ഇസാക്കിൻ്റെ മറുപടിക്ക് അബ്രാഹം മറുപടി കൊടുക്കുകയാണ്, കുഞ്ഞാടിനെ ദൈവം തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. വീണ്ടും അവരൊന്നിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9-ാം വാക്യം. ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. അബ്രാഹം വേഗം ഒരു ബലിപീഠം പണിയുകയാണ്. കാരണം ദൈവമായ കർത്താവ് പറഞ്ഞ്, നീ മോറിയ മലയിൽ ഒരു ബലിപീഠം ഉണ്ടാക്കിയിട്ട് നിന്റെ മകനെ, ഞാൻ തന്ന നിന്റെ മകനെ എനിക്ക് ബലി തരിക. അതനുസരിച്ച് അബ്രാഹം മോറിയ മലയിലേക്ക് 3 ദിവസത്തെ യാത്ര പുറപ്പെട്ട് തല ഉയർത്തി നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞ സ്ഥലം അവർ കണ്ടു. അവിടേക്ക് യാത്രയായി. കഴുതയും 2 വേലക്കാരോടും പറഞ്ഞ്, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞങ്ങൾ പോയി ബലി അർപ്പിച്ചിട്ട് തിരിച്ചു വരാം. ആ വാക്കിനെല്ലാം വളരെയധികം അർത്ഥമുണ്ട്. ഞങ്ങൾ പോയി ബലി അർപ്പിച്ചിട്ട് തിരിച്ചു വരാം. ഹല്ലേലൂയ.
അപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. ഉടനെ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം ഉണ്ടാക്കി വിറക് അടക്കി വെച്ചിട്ട് ഇസാക്കിനെ ബന്ധിച്ചു. ഇസാക്കിൻ്റെ കൈയും കാലൊക്കെ കെട്ടിയത്. അപ്പോൾ ചിലപ്പോൾ കുട്ടി കരഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോധം കെടുത്തിയിട്ടുണ്ടാവും. എങ്ങനെയോ ബലിപീഠം ഉണ്ടാക്കി വിറകും വെച്ച് ഈ കൊച്ചിനെ ബന്ധിച്ചു, കൈയും കാലൊക്കെ. ഹല്ലേലൂയ. വിറകിന് മീതെ കിടത്തി, കുഞ്ഞിനെ വിറകിൻ്റെ മീതെ കിടത്തി. ഇനി കൊന്നാൽ മതി, കൊന്ന ശേഷം തീ കത്തിച്ച് ബലി കൊടുക്കുക കർത്താവിന്. 10-ാം വാക്യം. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. കഴുത്തിറക്കാനായിരിക്കും ചിലപ്പോൾ, ബലി കൊടുക്കുകയല്ല, അപ്പോൾ കിടത്തിക്കുന്ന ബോധം കെട്ട് കിടക്കുകയായിരിക്കും മകൻ. അപ്പോൾ കഴുത്തിറത്തിട്ട് കത്തിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ ബലിപീഠം. കർത്താവിന് ബലിപീഠം പണിത് ഇസാക്കിനെ കൈയും കാലും കെട്ടി വിറകിന് മേലടക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തൊരു വലിയ ഒരു വിഷമകരമായ സമയമാണെന്ന് നോക്കിയല്ലേ, ഒരപ്പൻ്റെ മനോവേദന. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, യേശുനാഥൻ പരിശുദ്ധ അമ്മയുടെ മകനാണ്, ഏക മകൻ. ആ അമ്മ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മകനെ വിട്ടുകൊടുക്കുകയാണ്. കുരിശിലേറി അടിയേറ്റ് വാങ്ങി, തുപ്പലേറ്റ് വാങ്ങി, എന്തെല്ലാം ആ യേശുനാഥനെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നത് പരിശുദ്ധ അമ്മ കണ്ടുകൊണ്ട് കാണുക. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ടല്ലോ മാതാപിതാക്കൾ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറാൻ നിങ്ങളുടെ മക്കളെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ മക്കളെ. അപ്പോൾ എല്ലാവരും കൈ ഉയർത്തി, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കരം ഉയർത്തിയത്? കർത്താവ് ചോദിച്ചിട്ട് അവർ പറയുന്നു. ഞാൻ കർത്താവ് ചോദിച്ചത് ശരി തന്നെ. കർത്താവിൻ്റെ സഹനം ഈ മക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. അത് പറഞ്ഞ് തയ്യാറാണെന്ന് പറഞ്ഞു. കർത്താവ് പറയണത് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് കിടന്ന പോലെ 6 മണിക്കൂർ നേരം കുരിശിൽ കിടക്കാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കുമെന്ന് വെച്ചപ്പോൾ ഒരൊറ്റ എണ്ണം കൈ ഉയർത്തിയില്ല, ഒക്കെ കൈ താത്തിയിട്ട് വന്നു. പേടിച്ചു വീണു. ഒരമ്മയ്ക്കും ഒരു മകനെയും കുരിശിൽ കിടക്കുന്ന 3 കാര്യമ്പാണിയിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുന്നത് കാണാൻ സാധിക്കില്ല. എന്നാൽ പരിശുദ്ധ മറിയം 2 കണ്ണുകൊണ്ട് സ്വന്തം മകനെ കാണിക്കുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ്. കാരണം ചെറുപ്പത്തിലെ സിയോൻ പ്രവാചകൻ പറഞ്ഞു, ഇവനിലൂടെ ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ തുളച്ച് കയറും. അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും സാധിക്കില്ല. ഒരാൾക്കും, ഒരമ്മയ്ക്കും മുലപ്പാൽ കൊടുത്ത് വളർത്തിയ മകനെ ഇതുപോലെ വിട്ടുകൊടുക്കാൻ ഒരമ്മയും തയ്യാറാകില്ല. യേശുവേ നന്ദി, യേശു ആരാധന. എന്നാൽ അബ്രാഹാം സ്വന്തം മകനെ, പുത്രനെ ബലി കൊടുക്കുകയാണ് കർത്താവിന്. ഒന്നും നോക്കുന്നില്ല, താഴോട്ടും നോക്കുന്നില്ല, മുകളോട്ടും നോക്കുന്നില്ല, ഒന്നുമില്ല. കർത്താവ് പറഞ്ഞ വാക്ക് നിറവേറാൻ പോവുകയാണ്. ഹല്ലേലൂയ. കത്തി കയ്യിലെടുത്തു. അവൻ തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്നും അബ്രാഹത്തെ വിളിച്ചു. അപ്പോൾ ആ കത്തിയെടുത്ത് ഇദ്ദേഹം ഓങ്ങി ഉയർത്തി മുകളിലോട്ട് വെട്ടാൻ പോയാണ്. ഒട്ടനെ കർത്താവിൻ്റെ ദൂതൻ ആകാശത്തിൽ നിന്നും ഒരു സ്വരം കേൾക്കുകയാണ്. അബ്രാഹം, അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു.
ഇതാ ഞാൻ എന്ന് വിളി കേട്ടു. ആ വിളി കേട്ടതെല്ലാം വളരെയധികം വിഷമത്തോടെയായിരിക്കും. പക്ഷേ ആരാണ് പറഞ്ഞത്? സൃഷ്ടാവായ ദൈവമായ കർത്താവാണ് പറഞ്ഞത്. അത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ കർത്താവ് അദ്ദേഹത്തെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലായ്മയിൽ നിന്നും ഞാൻ നിനക്ക് തന്നിട്ട് നീ അതെനിക്ക് തരുമോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ദൂതനിലൂടെ യേശുനാഥൻ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. 12-ാം വാക്യം ദൂതൻ പറയാണ്, കുട്ടിയുടെ മേൽ കൈ വയ്ക്കരുത്. ദൂതൻ വിളിച്ചു പറയാണ്, കുട്ടിയുടെ മേൽ കൈ വയ്ക്കരുത്, വെട്ടാനോ തൊടാനോ പാടില്ല നീ. ഹല്ലേലൂയ. അബ്രാഹത്തിന് വളരെ സന്തോഷമുണ്ടാവും അല്ലേ? ഉടനെ കൈ കത്തി താഴെയിട്ടുണ്ടാവും. ഹല്ലേലൂയ. അവനെ ഒന്നും ചെയ്യരുത്. 2 വാക്കാണ് ദൂതൻ 12-ാം വാക്യത്തിൽ പറയണത്. കുട്ടിയുടെ മേൽ കൈ വയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. ആർക്കുറപ്പായി? ദൂതനും ഉറപ്പായി, കർത്താവിനും ഉറപ്പായി. കർത്താവിൻ്റെ ഇഷ്ടം അബ്രാഹാം നിറവേറ്റി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അബ്രാഹത്തോട് പറഞ്ഞ്, നിന്റെ മകനെ എനിക്ക് ബലി തരിക. കോറിയ ബലയിൽ കൊണ്ട് ഞാൻ തന്ന മകനാണ്. അബ്രാഹാം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ല. വിട്ടുതരാം, നീ തന്നത് നീ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഒരുത്തൻ പറയുന്നുണ്ട് വീട്ടിലല്ലേ? ആരാണത്? ജോബിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ജോബിനെ കുറ്റപ്പെടുത്താനും സ്വന്തം ഭാര്യ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച്, ഇനിയും എന്തിനാ മനുഷ്യ നിങ്ങൾ ജീവിക്കുന്നത്? കർത്താവിനെ ശപിച്ചിട്ട് മാറിപ്പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അബ്രാഹാം പറയും, ഇല്ല, നീ എന്താണ് ഈ പറയണത്? എൻ്റെ അസ്ഥിയുടെ അസ്ഥിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മകളെല്ലാം മരിച്ചുപോയി. അപ്പോഴും ജോബ് കർത്താവിൻ്റെ സന്നിധി നിവർന്നു തന്നു. ആര് വരെ തള്ളിപ്പറഞ്ഞു, എല്ലാവരും കുറ്റപ്പെടുത്തി. കുഷ്ഠം വന്ന് കിടപ്പിലായി. ഓടിൻ്റെ കഷ്ണം കൊണ്ട് അവൻ്റെ ശരീരം ചൊറിയാൻ തുടങ്ങി. പക്ഷേ അബ്രാഹാം തളർന്നില്ല. കർത്താവിൻ്റെ മുമ്പിൽ ജോബ് നിവർന്നു നിന്നു. ഹല്ലേലൂയ. ഇവിടെയും അബ്രാഹാം കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്. ഹല്ലേലൂയ. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. കർത്താവ് ദൂതനോട് പറയുന്നു, നിന്റെ ഏകമകൻ, നിന്റെ ഏകമകൻ. ആര് തന്നതാണ് ഈ മകനെ? കർത്താവ് തന്നതാണ്. കർത്താവിൻ്റെ മകൻ, കർത്താവിൻ്റെ മക്കൾ. അത് നീ എന്ത് വേണം ചെയ്തു? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇതായിരിക്കണം നമ്മളുടെ ഓരോ കുടുംബത്തിലും മാതാപിതാക്കൾ ചെയ്യേണ്ട പ്രവൃത്തി. എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പിടിച്ചിരുന്നാൽ അവർ വഴിതെറ്റിപ്പോവും. അവരെ സാത്താൻ വഴി നടത്തും. നീ കർത്താവിൻ്റെ മകനാണ്, നീ കർത്താവിൻ്റെ മകളാണെന്ന് പറഞ്ഞ് കർത്താവിൽ സമർപ്പിച്ചാൽ സാത്താന് ഒരു അവകാശം അതിനകത്ത് ഉണ്ടാവില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലേ? ഭൂമിയിലേക്ക് വലുതും കൊണ്ടുവന്നിട്ടുണ്ടോ? പോകുമ്പോൾ കൊണ്ടുവന്നുണ്ടോ? ഒന്നും കൊണ്ടുവന്നില്ല. ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ഇവിടെ എല്ലാം ഇട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വിവാഹം കഴിച്ചു, മക്കളെ തന്നു. അത് കർത്താവിൻ്റെ ദാനമാണ്. അപ്പോൾ കർത്താവിൻ്റെ മകനാണ്. ഇത് കർത്താവിൻ ജന്മം നൽകി ഞങ്ങൾക്ക് പോറ്റി തന്നിരിക്കുന്ന മകനാണെന്ന് നമ്മൾ അതരം കൊണ്ട് ഏറ്റി പറയുമ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ദൈവമായ കർത്താവ് നോക്കിക്കൊള്ളും. അവൻ്റെ കൂടെ അവൻ്റെ അമ്മയുണ്ടാവും. പരിശുദ്ധ അമ്മ അവനെ പൊതിയും. കാരണം പുത്രൻ ജന്മം നൽകി, പുത്രൻ പോറ്റി വളർത്തിയാണ്. അവൻ നോക്കിക്കോളും, പുത്രൻ നോക്കിക്കോളും, അമ്മ നോക്കിക്കോളും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ മകൻ. നമുക്ക് വളർത്തച്ഛനാണ്. നമ്മൾ വെറും വളർത്തച്ഛന്മാരാണ്. അപ്പനും അമ്മയും ഒരു പേര് മാത്രം.
കർത്താവിൻ്റെ മകനാണ്, കർത്താവിൻ്റെ മകളാണെന്ന് നമ്മൾ പറയുമ്പോൾ അവർക്കൊരു ജലദോഷം പോലും വരാൻ സാധ്യതയില്ല. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ രോഗം ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് അറിഞ്ഞുകൊണ്ട് തരുന്ന ഒരു മുള്ളാണ്. അത് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ആ മക്കളുടെ എല്ലാ കാര്യങ്ങളും സ്വർഗീയ പിതാവിൻ്റെ പുത്രനായ യേശുനാഥൻ നോക്കിക്കൊള്ളും. ഒന്നിനും അവർക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരിക്കലും പറയാൻ പാടില്ല, ഇത് എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, കർത്താവ് എനിക്ക് വളർത്താൻ തന്നിരിക്കുന്ന മക്കളാണ്, കർത്താവിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ അവരുടെ പിന്നിൽ നിന്നും സാത്താൻ ഓടിക്കളയും. പരിശുദ്ധ അമ്മ കയറി വരും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 13-ാം വാക്യം. അബ്രാഹാം തല പൊക്കി നോക്കിയപ്പോൾ, അങ്ങനെ അബ്രാഹാം തല കുനിഞ്ഞിരിക്കുകയാണ് വിഷമത്തോടെ. ഉടനെ അബ്രാഹാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തല പൊക്കിയപ്പോൾ തൻ്റെ പിന്നിൽ, തൻ്റെ പുറകിൽ മുൾച്ചെടിക്കുള്ളിൽ കൊമ്പ് ഉടക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയണം. കർത്താവ് ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലും ഭാര്യ ഭർത്താക്കന്മാരിലൊക്കെ തരുന്നുണ്ട്. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാണ്ട് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയിട്ട് നേരെ കള്ള് ഷാപ്പിൽ പോയി കള്ളു കുടിക്കുന്നതല്ല മാന്യത. കർത്താവിലേക്ക് തിരിയണം. കർത്താവേ, നീ ജന്മം നൽകി പോറ്റി വളർത്താൻ തന്ന നിൻ്റെ മകൻ, നിൻ്റെ മകൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് നീ ചോദിക്കണമെങ്കിൽ നീ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം, ആഴമായ ബന്ധം. അപ്പോൾ കർത്താവ് അവിടെ നോക്കിക്കൊള്ളു. അബ്രാഹത്തിന് അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു മുട്ടനാടിനെ കൊടുക്കുകയാണ് കർത്താവ്. ഉൾപ്പടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മുട്ടനാട്. അവൻ അതിനെ മകന് പകരം ദഹന ബലി അർപ്പിച്ചു. കണ്ട, സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞ് കർത്താവ് പരീക്ഷിച്ചപ്പോൾ ഓറിയ മലയിൽ ബലിപീഠമുണ്ടാക്കി വിറകടുക്കി ആളെ കിടത്തിയപ്പോൾ ദൂതൻ പറഞ്ഞ് തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. പുറകെ തിരിഞ്ഞു നോക്കിയപ്പോൾ മുട്ടനാടിനെ കണ്ടു. അതിനെ കൊന്ന് കർത്താവിന് ബലി കൊടുത്തു. ഇതാണ് കുടുംബജീവിതം, മനുഷ്യജീവിതം. കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു മാതാപിതാക്കളുടെ ജീവിതം. ഹല്ലേലൂയ. അബ്രാഹാം ആ സ്ഥലത്തിന് യഹോവ-യിരേ എന്ന് പേരിട്ടു. എന്താണിട്ടത്? യഹോവ-യിരേ. അങ്ങനൊരു പാട്ട് തന്നെ ഉണ്ടല്ലേ. ആ സ്ഥലത്തിന് അബ്രാഹാം ഇട്ട പേരാണ് യഹോവ-യിരേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഞങ്ങളുടെ നിരവധിയായ പാവങ്ങൾ ക്ഷമിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കണമേ എന്നും ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും ഓരോ കുടുംബം പുത്രനായ യേശുവിൻ്റെ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു. പിതാവേ, സ്വർഗീയ പിതാവേ, പുത്രൻ മഹത്വപ്പെടുവാൻ ഈ വചനം കേട്ട എല്ലാ കുടുംബങ്ങളെ, മക്കളെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്നും കാശയോടും വിലാസയോടും ബലിപീഠത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.